പ്രേംകുമാർ വളരെ പിന്നെ കഷ്ടപ്പെട്ട് തന്റെ യഥാർത്ഥ പ്രതി കേന്ദ്ര സർക്കാരാണ് എന്നുള്ളതാണ് സർക്കാർ ആവർത്തിച്ചു പറയുന്നത്. കേന്ദ്ര പദ്ധതിയുടെ കുടിശ്ശിക 5891 കോടിയാണ്. അത് ഏതു വിധത്തിലെന്ന് കൃത്യമായി സർക്കാർ വിശദീകരിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ജോസഫിന്റെ മരണത്തിൽ BJP എവിടെ നിൽക്കുന്നു? അല്ല മേഡം, ഇതിനകത്ത് ആദരണീയനായിട്ടുള്ള MLA പ്രേംകുമാർ അദ്ദേഹം ഒരു മനുഷ്യന്റെ മരണത്തെ ഏതൊക്കെ രീതിയിലാണ് അപമാനിച്ച് സംസാരിക്കുന്ന ആ രീതിയിലൊക്കെ അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷ്യമാകാം, അല്ലെങ്കിൽ ഒരു ക്യാപ്സൂളാകാം. ആ ക്യാപ്സൂളാണ് നിയമസഭയിലും കേട്ടത്, ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയിലും കേൾക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഒന്ന് നോക്കൂ. ഈ നമ്മൾ പലതവണ അദ്ദേഹം പണം കൈപ്പറ്റി എന്നതിൻ്റെ ഒരു വ്യാഖ്യാനം നടത്തിക്കൊണ്ട് ആ ആത്മഹത്യയെ എത്ര ലഘൂകരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അതിൽ പരം ആ അദ്ദേഹത്തിനോട് ചെയ്യുന്ന ദ്രോഹം വേറെ എന്താണുള്ളത്? നിങ്ങൾ മനസ്സിലാക്കണം. കുടിശ്ശികയാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, തൊഴിലുറപ്പ് പദ്ധതിയുടെ കുടിശ്ശികയിൽ അദ്ദേഹത്തിന് കിട്ടിയ 18,000 രൂപയെ പറയുന്നത്. ഈ ഒരു മനുഷ്യൻ നോക്കൂ, മാനസികമായി ദൗർബല്യം നേരിടുന്ന അദ്ദേഹത്തിൻ്റെ മകൾ, കിടപ്പ് രോഗിയായിട്ടുള്ള ഭാര്യ, പിന്നെ അദ്ദേഹം, ഈ ഒരു മനുഷ്യൻ്റെ നിത്യജീവിതത്തെ മുന്നോട്ട് പോകാൻ സാഹചര്യമില്ലാതെ മാസങ്ങളോളം ആ മനുഷ്യൻ കടം മേടിച്ചും പറ്റുമേടിച്ചും അയൽവാസികളുടെ കയ്യിൽ നിന്ന്, നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക, അയൽവാസികളുടെ കൈകളിൽ അനവധി സഹായങ്ങൾ മേടിച്ച് ഇനി ഒരു ആളുകളുടെ മുമ്പിൽ കൈനീട്ടാൻ പറ്റാത്തൊരു സാഹചര്യം ഈ സർക്കാർ ഉണ്ടാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സർക്കാരിനെതിരെ അദ്ദേഹം ആത്മഹത്യക്കുറിപ്പ് എഴുതിയിട്ട് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമില്ല എന്നും അദ്ദേഹത്തിന് നിരവധി തവണ പണം കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആ മനുഷ്യനോട് ചെയ്യുന്ന മരണപ്പെട്ടു പോയ ആ മനുഷ്യനോട് ചെയ്യുന്ന ദ്രോഹമാണെന്ന് ആദരണീയനായിട്ടുള്ള MLA ഒന്ന് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ കേന്ദ്രത്തിനെതിരെ ഇങ്ങനെ പഴിചാരിക്കൊണ്ട് ഈ കേരളം നേരിടുന്ന വലിയ ധനകാര്യ പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു പോകാൻ ആവില്ല പ്രേംകുമാർ സാർ. നിങ്ങൾ മനസ്സിലാക്കണം, എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ കേന്ദ്രം നിങ്ങൾക്ക് അവഗണന കാട്ടി കേന്ദ്രം പണം അനുവദിച്ചില്ല എന്ന് പറയുന്നതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള എവിഡൻസ് നിങ്ങൾക്ക് ഇതുവരെ ഹാജരാക്കാൻ സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഈ ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഒക്ടോബർ മാസത്തിലാണ് കേന്ദ്ര സർക്കാർ പണം അനുവദിച്ചിട്ടുള്ളത്. ആ പണം അനുവദിക്കാതിരിക്കുന്ന കാരണമുണ്ട്. നമുക്കറിയാം, ഈ ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ട് പബ്ലിക് ഫിനാൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ക്ഷേമ പെൻഷനുകൾ മുഴുവൻ വിതരണം ചെയ്യുന്നത്. എല്ലാ സംസ്ഥാനങ്ങളും ആ പബ്ലിക് ഫിനാൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഭാഗമായപ്പോൾ കേരളം അതിൻ്റെ ഭാഗമാകുന്നില്ല. എന്തുകൊണ്ട്? ഈ ആധുനിക കാലഘട്ടത്തിൽ വേ ബില്ലിംഗ് അടക്കമുള്ള സംവിധാനമുള്ള സമയത്ത് എന്തിനാണ് ഈ പറയുന്ന പേപ്പർ കെട്ടുകൾക്കിടയിൽ, ഫയലുകൾക്കിടയ്ക്ക് ഈ പാവപ്പെട്ടവൻ്റെ ജീവിതത്തെ നിങ്ങളിങ്ങനെ നരകിപ്പിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ്? ഒന്ന് മനസ്സിലാക്കണം. കേന്ദ്രം ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് പണം തന്നില്ല എന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനമില്ല മേഡം. പൊതുകടമെടുപ്പിൽ നിന്ന് കുറയ്ക്കുകയല്ലേ ഇപ്പോൾ കേന്ദ്രം ചെയ്യുന്നത്? കൃത്യമായ കണക്ക് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുകയല്ലേ? അതുകൂടി നോക്കൂ. UGC ശമ്പള പരിഷ്കരണ കുടിശ്ശിക 750 കോടി, നഗരവികസന ഗ്രാന്റ് 546 കോടി, ഗ്രാമവികസന ഗ്രാന്റ് 1008 കോടി, നെല്ല് സംഭരണമടക്കമുള്ള ഭക്ഷ്യസുരക്ഷാ പദ്ധതിക്ക് 790 കോടി, വിവിധ ദുരിതാശ്വാസങ്ങൾക്കുള്ളത് 138 കോടി. അങ്ങനെ ആകെ 5981 കോടി, 5891 കോടി. ശരിയാണ് മേഡം. ഇതിനകത്ത് ശാസ്ത്രീയമായ രീതിയിൽ വേ ബില്ലിംഗ് പ്രകാരം AG ഒപ്പിട്ടുകൊണ്ട് കണക്ക് കൊടുത്ത ഏത് പദ്ധതിക്കാണ് മേഡം പണം കിട്ടാതിരുന്നത്? പറയണം. നമുക്ക് AG ഇട്ടല്ലോ. അപ്പം ഞാൻ പറയും, കേന്ദ്ര സർക്കാരിന് അങ്ങനെ പല രീതിയിൽ അങ്ങനെ പണമൊന്നും അനുവദിക്കാൻ പറ്റില്ല സാർ. CAG അവിടെയും ഉണ്ടല്ലോ. കേന്ദ്ര സർക്കാരിന്റെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമാക്കിയാൽ മാത്രമാണ് അവിടെ CAG കേന്ദ്ര സർക്കാരിനും CAG ഉണ്ടല്ലോ മേഡം. ഇപ്പൊ നിർമ്മലാ സീതാരാമൻ നരേന്ദ്രമോദിയോ വിചാരിച്ചുകൊണ്ട് കേരളത്തിന് പണം അനുവദിക്കേണ്ട സാഹചര്യമൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഇവിടെ നിന്ന് കൃത്യമായിട്ട് രേഖകൾ സമർപ്പിച്ച ഒരു പദ്ധതിക്ക് പോലും പണം അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടായിട്ടില്ല. ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ട് മേഡം ഒക്ടോബർ 31 തീയതിയാണ് ഇവർ കഴിഞ്ഞ 2023 ഒക്ടോബർ 31 തീയതിയാണ് ഇവർ സമർപ്പിച്ചത്, ഏജ് റിപ്പോർട്ട് സമർപ്പിച്ചത്. നവംബർ 17 തീയതി ആദ്യഘട്ടത്തിൽ 600 കോടി രൂപ ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ട് കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട് മേഡം. രണ്ടാം ഘട്ടത്തിന്റെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു ഫയലിങ്ങോ ഒരു രേഖയോ കേന്ദ്ര സർക്കാരിൽ സമർപ്പിച്ചിട്ടില്ല. സമർപ്പിക്കപ്പെട്ടാത്ത രേഖകളുടെ പണം കേന്ദ്ര സർക്കാർ തരണമെന്ന് പറയുന്നതിന്റെ ഔചിത്യം എന്താണ്? നിങ്ങൾ ഈ പറയുന്ന കണക്കുകളൊക്കെ നോക്കൂ നിങ്ങൾ സാർ. 750 കോടിയുടെ UGC ഗ്രാന്റുമായി ബന്ധപ്പെട്ട് കേന്ദ്രം നിഷ്കർഷിക്കുന്ന ഫയലിംഗ് നടന്നിട്ടുണ്ടോ? ആ ഫയലിംഗ് തിരുത്തി സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ട് 3 മാസമായി മേഡം. ഇതുവരെ കൃത്യമായിട്ട് ഫയലിംഗ് നടക്കാത്തത് കൊണ്ടാണ് 750 കോടി രൂപയുടെ UGC ഫണ്ട് കേരളത്തിൽ ലഭിക്കാത്തത്. ഇനി തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് നോക്കൂ, ഈ പദ്ധതികൾ എല്ലാം തന്നെ എന്തിനാണ് ഇവരിങ്ങനെ ഈ ഫയലിങ്ങിനെയും ഈ പറയുന്ന സിംഗിൾ സിസ്റ്റത്തിലേക്ക് ഈ നമ്മുടെ സാമ്പത്തിക സംവിധാനങ്ങൾ വരുന്നതിനെ ഭയപ്പെടുന്നത്? അവിടെയല്ല പ്രശ്നം.
നിങ്ങൾ പറയൂ, നിങ്ങൾ സമർപ്പിച്ചിട്ടുള്ള സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിട്ടുള്ള കൃത്യമായ രേഖകൾ, നമുക്ക് അങ്ങനെയാണല്ലോ AG എന്ന് പറയുന്ന ഒരു താപ്പാനയൊന്നുമല്ലല്ലോ, അല്ലെങ്കിൽ ഒരു ഇരുമ്പുലക്കൊന്നുമല്ലല്ലോ. AG എന്ന് പറയുന്ന ഒരാളെ ഒരു പദവി അനുസരിച്ച് ഒരാളെ ഇരുത്തിയിട്ടുണ്ടല്ലോ. AGക്ക് എന്താ പണി? അതും പോട്ടെ, ഇനി ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് ഇവർ കേന്ദ്രത്തിൽ ഒരാളെ ഇവിടുന്ന് നമ്മളുടെ പണമൊക്കെ നികുതി പണം കൊണ്ട് ഒരാളെ അവിടെ ക്യാബിനറ്റ് പദവി കൊടുത്ത് ഇരുത്തിയിട്ടില്ലേ? ഒരാളുണ്ടല്ലോ. അപ്പം നോക്കൂ, നിങ്ങൾ ഇത് എല്ലാ കാര്യത്തിലും യാതൊരു അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്രത്തെ മുൾമുനയിൽ നിർത്തുന്ന സാഹചര്യം നിങ്ങൾ ഇനി കേരളത്തിൽ നടക്കില്ല. കാരണം നമുക്കറിയാം, നിർമ്മലാ സീതാരാമൻ വന്നില്ലേ? ഈ വിഷയമുണ്ടായ സമയത്തല്ല നിർമ്മലാ സീതാരാമൻ കേരളത്തിൽ വന്നത്. അദ്ദേഹം പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഇവർ 50,000 കോടിയുടെ ആണല്ലോ കണക്ക് പറഞ്ഞത്. 50,000 കോടി നിർമ്മലാ സീതാരാമൻ വന്നപ്പോൾ അത് 5,000 കോടിയിലെത്തിയല്ലോ. ഇനി 5,000 കോടി നോക്കട്ടെ. നമുക്ക് എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇവർ കേന്ദ്രം കടമെടുക്കാൻ അനുവദിക്കുന്നു മേഡം പറഞ്ഞല്ലോ. നമ്മൾ നോക്കണം, ഈ 2003 പാർലമെന്റിൽ പാസ്സാക്കിയ ഫിസിക്കൽ ആക്ട് പ്രകാരം 29% കൂടുതൽ GDP-യുടെ 29% കൂടുതൽ കടബാധ്യതയുണ്ടെങ്കിൽ കടമെടുക്കാൻ അനുവദിക്കാൻ സാധിക്കില്ല. കേരളത്തിന്റെ കടബാധ്യത എന്ന് പറയുന്നത് 39%. അപ്പോൾ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. ഈ സാങ്കേതിക പ്രശ്നത്തെ കൃത്യമായിട്ട് പരിഹരിക്കുന്നതിന് പകരം കേന്ദ്രം ഞങ്ങളെ ഞെക്കിക്കൊല്ലുന്നു എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും കേരളത്തിന്റെ ഈ സാമ്പത്തിക പ്രതിസന്ധി മാറില്ല. അതിന് രണ്ടു കൂട്ടർക്കും ഉത്തരവാദിത്തമുണ്ട്. You are watching Reporter Evening Show.